ഹലോ മലയാളി മക്കളെ, വണക്കം. മലയാളം ബിഗ് ബോസ് സീസൺ 7 എന്തായി? എന്തെങ്കിലും നടക്കുവോ? നമ്മുടെ ജനുവരി ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ, പ്രൊമോയും കാര്യങ്ങളും ഒന്നും വന്നിട്ടുമില്ല. നമ്മുടെ തമിഴ് സെറ്റ് ഫ്രീ ആവുകയും ചെയ്തു. ഇനി എന്താണ്? പക്ഷെ ദേണ്ടേ പ്രൊമോ വന്നിരിക്കുന്ന ഏതിൻ്റെയാണ്? സ്റ്റാർ സിംഗറിൻ്റെ. എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്തവണ നമ്മുടെ ബിഗ് ബോസ് ഏകദേശം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ സമയങ്ങളിൽ നടക്കാനാണ് ചാൻസ് കൂടുതൽ. സ്റ്റാർ സിംഗറിൻ്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഓഡിഷൻ ഫെബ്രുവരി വരെ ഉണ്ട്, മാർച്ചിലാണ് തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് മറ്റേ സമ്മർ വെക്കേഷൻ ഇട്ടിട്ടില്ല, അതിൻ്റെ ഇടയ്ക്കായിരുന്നല്ലോ നമ്മുടെ സീസൺ 6 തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു ഇത്തവണ 7ഉം തുടങ്ങാൻ ചാൻസ് കൂടുതൽ. സത്യം പറഞ്ഞാൽ ചെന്നൈയൊക്കെ ആണെങ്കിൽ മഴയത്ത് നിന്ന് കളിക്കുക തന്നെ വേണം അല്ലേ. ഇത്തവണത്തെ തമിഴിൽ തന്നെ കണ്ടില്ല, മഴയായിരുന്നു ഫുള്ളും. ടാസ്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മഴ കാരണം കൊണ്ട് നിർത്തി വെക്കേണ്ട കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ജൂൺ, ജൂലൈ ഒക്കെ മഴയാണ്. അതേപോലെ തന്നെ ചെന്നൈ സെറ്റിൽ വന്നിട്ട് നമ്മുടെ മലയാളികൾക്ക് അത്ര ലക്ക് പോരാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മിക്കപ്പോഴും സീസണിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. അപ്പം അങ്ങനെയാണ്. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ തന്നെയല്ലേ ഈ തവണ ആങ്കറിങ് ചെയ്യുന്നതെന്നൊക്കെ. എല്ലാ തവണയും ഈ ക്വസ്റ്റ്യൻ വരുന്നതാണ്, ലാലേട്ടനില്ലേ, ലാലേട്ടനല്ലേ, ലാലേട്ടനില്ലേ, ലാലേട്ടൻ മാറിയോ? സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു അറിവും ഇല്ല കേട്ടോ. ലാലേട്ടനാണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. മേ ബി മാറാതിരിക്കാം, ലാലേട്ടൻ ചെയ്യാം. കാരണം ഇത്തവണ തമിഴിൽ തന്നെ കണ്ടില്ലേ, നമ്മുടെ കമലഹാസൻ സാറായിരുന്നു. ഈ സീസണിൽ വന്നിട്ട് വിജയ് സേതുപതി സാറാണ് എൻട്രി ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് നടക്കുക എന്നുള്ളത്. നമ്മുടെ ഈ മലയാളികളുടെ സീസണിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കോൺട്രവേഴ്സി കൂടുതലുള്ളതാണ്. എന്നാൽ മാത്രമേ ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്രത്തോളം പ്രേക്ഷകരിൽ എത്തത്തുള്ളൂ അല്ലേ. നമ്മുടെ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടില്ലേ, എന്നതാ കാണിച്ചു കൂട്ടിയേ അല്ലേ. പക്ഷെ തമിഴെന്ന് പറഞ്ഞാൽ ഞാൻ തമിഴ് കണ്ടിട്ട് ഒരു കോമൺ ആയിട്ട് നമുക്ക് പ്രമോ കണ്ടാൽ പോലും മനസ്സിലാവുന്നുണ്ട് കുറേ കാര്യങ്ങൾ, അതേപോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മലയാളം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രമോ കണ്ടിട്ട് അവിടെ അത് തന്നെയാണോ അത് നടക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നത്. ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ അങ്ങേപ്പുറമാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രമോ കാണാത്ത ഇനി പെട്ടെന്ന് പ്രമോ വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ ചാൻസ് കുറവാണ്. കാരണം സ്റ്റാർ സിംഗറുടെ സീസണിൻ്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്ന കാണുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് ഉറപ്പില്ല തുടങ്ങുമെന്ന്. കാരണം ഈ സമയത്ത് കഴിഞ്ഞ തവണയൊക്കെ പ്രൊമോ വന്നിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി പ്രൊമോകളുടെ മേളയായിരുന്നല്ലേ, ഓരോ ദിവസവും കൗണ്ട് ഡൗണും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. എന്നിട്ട് മാർച്ചിൽ തുടങ്ങുമല്ലേ, വെക്കേഷനിലല്ലേ, നമ്മുടെ കുട്ടികളുടെ വെക്കേഷനിലാണ് ബിഗ് ബോസ് തുടങ്ങാറുള്ളത്. അതുതന്നെ നമുക്ക് വലിയൊരു കാര്യമായിരുന്നു. കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ജോലിയൊക്കെ ചെയ്ത് പിള്ളേരെയൊക്കെ പറഞ്ഞയക്കും, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ ഇത് ആ വെക്കേഷൻ കാലമാകുമ്പോൾ നമുക്കും വൈകിട്ടിരുന്ന് കാണുകയും പ്ലസ്സും ഒക്കെ കാണുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് നമ്മൾ ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര പാടാണ് അല്ലേ. നമുക്ക് താമസിക്കിടക്കുമ്പോൾ നേരത്തെ എനിക്ക് അതൊക്കെ ഭയങ്കര പാടാണ്. ഇതിപ്പോൾ ജൂൺ, ജൂലൈ ഒക്കെ ആകുമ്പം കുട്ടികൾക്കും കാണാൻ പറ്റത്തില്ല. അവർ പഠിത്തത്തിൻ്റെ ഇതിലും ആകും, എന്താകുമെന്നും അറിയത്തില്ല. TRP കൂടുവോ കുറയുവോ, എന്താ അവിടെ നടക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഈ നമ്മുടെ തമിഴ് സീസൺ അവസാനിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. മുത്തുക്കുമരനാണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ സൗന്ദര്യ റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ് വന്ന് വിശാൽ ഒക്കെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം എപ്പോൾ തുടങ്ങും എന്നുള്ളത്. പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം.